ഈ ചന്ദ്രൻ്റെ പക്ഷബലം കുറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഭഗവതിയെ ഭജിക്കുക. ബലഹീനനാണെങ്കിൽ കാളി, സവിബല കാളി എന്ന് പറയും, ഭദ്രകാളി ഉപാസിക്കുക. ചന്ദ്രൻ്റെ പ്രാർത്ഥനാ മന്ത്രം, ഭഗവതിയുടെ പ്രാർത്ഥനാ മന്ത്രം ജപിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ബലം കൂടുതൽ വരുന്ന കണ്ടിട്ടുണ്ട്. ചന്ദ്രൻ്റെ സ്വാധീനം തിരുമേനി, ഈ മനോബലം, ചന്ദ്രൻ്റെ സ്വാധീനം എന്നൊക്കെ പല രീതിയിൽ പല വ്യാഖ്യാനങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. സാധാരണ രീതിയിൽ സാധാരണപ്പെട്ട ആൾക്കാർ ഒരു മാനസിക നില കൈവിട്ടു പോകുന്ന സിറ്റുവേഷനിൽ ഒരു ജ്യോതിഷനെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ പറയും നിങ്ങൾക്ക് ചന്ദ്രൻ്റെ സ്വാധീനമുണ്ട്, നിങ്ങൾ മാനസികമായിട്ട് പ്രശ്നത്തിലാണ്. ഇത് എന്താണ് തിരുമേനി? ശരിക്കും അങ്ങനൊരു സംഭവം ഉണ്ടോ? അതായത് ഈ ഒരു ജാതകം നോക്കിയിട്ടുള്ള ഫലപ്രവചന രീതിയിൽ ലഗ്നം എന്ന് പറയുന്നത് അറിയാലോ. അതെ. സൂര്യൻ ഈ ഭൂമിയിലേക്ക് എവിടെ അഭിമുഖമായി നിൽക്കുന്നു, ഇപ്പോൾ 11:30 എന്നുണ്ടെങ്കിൽ ഈ 11:30 സമയത്ത് സൂര്യൻ എവിടെ വെച്ചാൽ അതാണ് ലഗ്നം. അതെ. മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ അതാത് ദിശകളിൽ അതാത് ഓർബിറ്റിൽ സഞ്ചരിക്കുന്നു. ചന്ദ്രനും ഇതേപോലെ തന്നെ ഭൂമിയെ വലയം വയ്ക്കുന്നുണ്ട്. നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി ആകർഷണ വികർഷണ വലയത്തിൽ. കുറച്ച് സാങ്കേതികമായിട്ടാണ്, നല്ലത് പ്രേക്ഷകർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാമെന്ന് മാത്രം. തീർച്ചയായിട്ടും. ഭൂമി ഇങ്ങനെയുണ്ട്, ഈ ചന്ദ്രൻ ഇങ്ങനെ 27 ദിവസം കൊണ്ട് പ്രദക്ഷിണം വെച്ച് എത്തുന്നു. അങ്ങനെയാണല്ലോ. ഈ 27 ദിവസങ്ങളായിട്ട് 13 ഡിഗ്രി 20 മിനിറ്റ് ഒരു നക്ഷത്ര സമൂഹത്തു കൂടെ ഭൂമിയെ അപേക്ഷിച്ച് ചന്ദ്രൻ സഞ്ചരിക്കുന്ന ആ കാലയളവിനെയാണ് അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക എന്ന് പറയുന്നത്. ഇത് സൂര്യനിപ്പുറത്ത് നിൽക്കുന്നു. ഈ ചന്ദ്രൻ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ എന്തായി? പക്ഷബലം കുറഞ്ഞ് കറുത്തവാവിനോട് അടുത്തു. സൂര്യൻ മാറുന്നില്ല എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ടല്ലോ. ഭൂമി സ്വന്തം ഒരു അച്ചുതണ്ടുമിൽ തിരിയുകയാണെന്നുള്ളതും സൂര്യനെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടെ വലയം വയ്ക്കുകയാണെന്നുള്ളതും ഈ ഭൂമിയെ ചന്ദ്രൻ വലയം വയ്ക്കുകയാണെന്നുള്ളതൊക്കെ ശാസ്ത്രത്തിലുണ്ട്. അതെ. ഇതിൽ ഈ അശ്വതി നക്ഷത്ര സമൂഹത്തിൽ കൂടെ സഞ്ചരിക്കുന്നു, സൂര്യൻ ഇവിടെ നിൽക്കണു, അങ്ങനെ വെളുത്തപക്ഷമായി. നേരെ മറിച്ച് ഈ ഭൂമി ഇങ്ങനെ വന്നു, വെളുത്തപക്ഷം അശ്വതി നക്ഷത്രം ചിലപ്പോൾ കറുത്തവാവ് ആ സമയത്ത് മേടമാസത്തിൽ വരും. നേരെ മറിച്ച് തുലാമാസത്തിലാണെങ്കിലോ അന്ന് വെളുത്തവാവ വരിക. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം, ചന്ദ്രൻ എപ്പോഴും പക്ഷബലാണ് പ്രധാനം. ഇടവം രാശിയിൽ ഉച്ചസ്ഥാനാണ്, കർക്കിടകൻ രാശി എന്ന് പറഞ്ഞ സ്വക്ഷേത്രമാണ്. പക്ഷെ ചന്ദ്രൻ്റെ പക്ഷബലാണ് ഏറ്റവും പരമപ്രധാനം, നമ്മുടെ സ്വാധീനിക്കുന്നത്. മനോമാതൃകാരകനാണ് ചന്ദ്രൻ. പ്രദീപ് പറഞ്ഞ പോലെ തന്നെ മനസ്സിൻ്റെയും അമ്മയുടെയും ഇനി ഔഷധീശൻ. ഒരു വ്യക്തിക്ക് ഔഷധം കൊടുക്കുന്നത് ശരിയാണോ? അത് ഈ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണോ കൊടുക്കുന്നത് എന്ന് ചിന്തിക്കാം. ഇവിടെ ഇപ്പോൾ പ്രതിപാദ്യ വിഷയം മനസ്സിനെ തന്നെയാണ്. കാരണം നമുക്ക് മനസ്സിരുത്തണേ എന്ന് പഴയ ആൾക്കാർ പറയും, കാരണവന്മാർ. മനസ്സിരുത്തണം കേട്ടോ, മനസ്സിലായില്ല, ഇത് രണ്ടും പറയും. അപ്പം മനസ്സിനെ നമ്മൾ ഇരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏകാഗ്രതയോടുകൂടി നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നു അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇവിടെ ഈ ചന്ദ്രന് ബലമില്ല ഒരു വ്യക്തിക്ക് എന്ന് വെച്ചാൽ ആ വ്യക്തി മനസ്സിന് അങ്ങനെ ഒരു ഗട്സ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ കുറയും. അങ്ങനെ കുറവുള്ള പ്രകൃതിയായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ സർജറിയോട് ബന്ധപ്പെട്ട് മെഡിസിൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ സർജറി, അല്ലെങ്കിൽ ഇപ്പോൾ PG പഠിക്കുകയാണ്, സർജറിയോട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ മനസ്സിന് ബലക്കുറവുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മനസ്സിൻ്റെ ആ ഒരു ആത്മധൈര്യത്തോടു കൂടി ചെയ്യുന്ന പല ജോലികളും നമുക്കുണ്ട്. സാഹസമായിട്ടുള്ള പ്രവൃത്തികളല്ല, കാർ റേസോ കാര്യങ്ങളൊന്നല്ല, അല്ലാതെ പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് തോന്നാറില്ലേ, ഒരു 20 അടി മാവിൻ്റെ മുകളിൽ, നമ്മളിപ്പോൾ എല്ലാവരും മാവിൻ്റെ മുകളിൽ കയറാൻ തന്നെ അറിയില്ല, അപ്പോൾ നമ്മളൊക്കെ കയറിയിട്ടുണ്ട്. ഒരു 15 അടി ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ചോട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു 10 നിലയുള്ളതിൽ നിന്ന് ചോട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് തല തിരിയും. ചില ആൾക്കാർക്ക് അതൊരു വിഷയമല്ല.
ആ മനസ്സിൻ്റെ ഏകാഗ്രതയോടെ അവിടെ ഇതൊക്കെ വെച്ചിട്ട് പെയിൻറ്റിങ്ങും ഇതൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. അതെ അതെ അതെ. അപ്പോൾ അവർക്ക് മനസ്സിന് ബലം ഉണ്ടാവാം. വളരെ വാസ്തവമാണ് ഈ ഒരു ചിന്ത എന്ന് പറയുന്നത്. മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകത്വമുള്ള ഈ ചന്ദ്രൻ, ഈ ചന്ദ്രൻ്റെ പക്ഷബലം കുറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഭഗവതിയെ ഭജിക്കുക. എന്താണ് ബലഹീനനാണെങ്കിൽ കാളി, സവിബല കാളി എന്ന് പറയും, ഭദ്രകാളി ഉപാസിക്കുക. ചന്ദ്രൻ്റെ പ്രാർത്ഥനാ മന്ത്രം, ഭഗവതിയുടെ പ്രാർത്ഥനാ മന്ത്രം ജപിക്കുക. സാധാരണ നമ്മൾ പറയും സർവമംഗളമംഗല്യ എന്ന് ജപിക്കുക, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം കേൾക്കുക, ജപിക്കുക, അല്ലെങ്കിൽ ദധിശംഖ തുഷാരാഭം എന്ന് പറയുന്ന ചന്ദ്രൻ്റെ പ്രാർത്ഥന മന്ത്രമൊക്കെ ജപിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ബലം കൂടുതൽ വരുന്ന കണ്ടിട്ടുണ്ട്. ചന്ദ്രദശയിലൊക്കെ അമ്മയ്ക്ക് അസുഖങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചന്ദ്രൻ വിബലനാവണം. അനിഷ്ടസ്ഥനായിട്ടുള്ള ചില ചന്ദ്രനുണ്ട്, മാതാവിൻ്റെ സംരക്ഷണം ഇല്ല എന്നുള്ളത്, മാതാവിനെ സംരക്ഷിക്കണില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ മാതാവിനെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ അങ്ങനെയാണല്ലോ. പിന്നെ മാതാവിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ആൾക്കാർ, അമ്മയും കൂട്ടി വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് അത്ഭുതം തോന്നും, അവർ പറയുമ്പോഴാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഈ പറഞ്ഞു കൊണ്ടത് ചന്ദ്രൻ വളരെ പ്രധാനം തന്നെയാണ്. ഇതേപോലെ തന്നെയാണ് നമുക്കൊരു അസുഖം ഉണ്ടായാൽ 6-ാം ഭാവമാണല്ലോ ആധി, വ്യാധി സ്ഥാനം 8-ാം ഭാവമാണ്. 6-ാം ഭാവത്തിലുള്ള ഗ്രഹസ്ഥിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി ഏതൊക്കെ കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് ആധി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാം. അവിടെ ചന്ദ്രനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് വയറിനസുഖം ഉണ്ടാവും, മനസ്സിന് ഏകാഗ്രത കുറയും, ഒരു കാര്യത്തിലും ഒരു നിഷ്കർഷയോടുകൂടി ചെയ്യില്ല എന്നൊക്കെ പറയാം. ഇതന്നെയല്ലേ ചോദിച്ചത്? അതെ, ചോദ്യം ഇത് തന്നെയാണ്. ഇപ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ ഈ ഓർബിറ്റിനകത്ത് ചന്ദ്രൻ ഇങ്ങനെ 27 ദിവസം സഞ്ചരിക്കുന്ന സമയങ്ങളിൽ ഒരു അമാവാസി സമയങ്ങളുടെ 10 ദിവസം മുൻപ് ഒരു 5-6 ദിവസം മുമ്പ് ചന്ദ്രബലം കുറയുന്നു പറയും. അപ്പോൾ അതെ, അപ്പോൾ ഈ 10ഉം 5ഉം അല്ലേ, കണക്ക് ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചന്ദ്രദശ ഉള്ളവർക്കാണെങ്കിൽ കാഠിന്യമായിട്ടുള്ള രീതിയിലുള്ള മാനസ സങ്കോചങ്ങൾ വരാം എന്നൊക്കെയാണ് പറയുന്നത്. മാർക്കറ്റിൽ മനസ്സിന് ബലം കുറയും. അതെ, സാധാരണപ്പെട്ട ഒരാൾ, ഇപ്പോൾ എനിക്ക് ചന്ദ്രദശ അല്ല, ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ അമാവാസി സമയങ്ങളിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണ് ഈ ചന്ദ്രന് വേണ്ടി ഉപാസിക്കേണ്ടത്? ഭഗവതിക്ക് വഴിപാടുകൾ നടത്താനാണ് നമ്മൾ പറയാറ്. ഭഗവതിയുടെ പ്രാർത്ഥന മന്ത്രം ജപിക്കാം. ചന്ദ്രന് വേണ്ടിയിട്ട് പിന്നൊരു കാര്യം ചെയ്യാം. ചന്ദ്രൻ ഓരോ ഗ്രഹങ്ങളെയും പത്മമിട്ട് ആവാഹിച്ച് പൂജ ചെയ്യാം. ഓരോ ഗ്രഹദോഷ പ്രായശ്ചിത്തം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പ്രശ്നമാർഗത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ കർമ്മവിഭാഗം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തന്നെയുണ്ട്. അതിൽ ഓരോ ഗ്രഹങ്ങളെ ഗ്രഹദോഷ പ്രായശ്ചിത്തത്തിൽ ചന്ദ്രനെ പത്മട്ട് ആവാഹിച്ച് പൂജ നടത്തുക. അതിന് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ നിവേദ്യങ്ങളുണ്ട്. ചന്ദ്രന് ദൈവാധീനം കൊണ്ട് പാൽപ്പായസം തന്നെയാണ് പ്രധാനം. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അത് കൊല്ലത്തിലൊരിക്കൽ പത്മട്ട് ആവാഹിച്ച് പൂജ നടത്തുക, അതുകൊണ്ട് മാറ്റം കാണുന്ന ആൾക്കാരുണ്ട്. പിന്നെ നല്ലത് ഭഗവതിയുടെ പ്രാർത്ഥന മന്ത്രവും ലളിതാ സഹസ്രനാമത്തിന് വളരെ ശക്തിയുണ്ടല്ലോ, അത് കേൾക്കുക, മനനം ചെയ്യുക. തീർച്ചയായിട്ടും മനസ്സിൻ്റെ ഏകാഗ്രത കൂടും, യാതൊരു സംശയമില്ല. അത് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ലളിതമായിട്ട് നമ്മൾ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കുക. നമ്മുടെ മലയാളികൾ എല്ലാ കാര്യങ്ങളും മറ്റൊരാളെ ഏൽപ്പിക്കാനാണ് താല്പര്യം. തീർച്ചയായിട്ടും. ഏത് ഒരു പൂജ ചെയ്യണം എന്നാൽ അത് മറ്റൊരാളെ ഏൽപ്പിക്കാം. നമ്മൾ ചെയ്താൽ മതി, നമ്മൾ പ്രാർത്ഥന മന്ത്രം ജപിച്ചാൽ മതി, അതിന് ഫലം ഉണ്ടാവും. ശരി 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 ശരി. ഇല്ലേ? അതെ വാസ്തവമാണ്. എന്തായാലും സന്തോഷം. കാരണം ഈ പറയുന്ന ചന്ദ്രദശാ കാലഘട്ടങ്ങളിലോ അല്ലാതെയോ ഉള്ള സമയങ്ങളിൽ ചന്ദ്രന്റെ ബലം കുറയുന്ന സമയത്ത് സാധാരണ ഒരാൾക്ക് മനസ്സിന്റെ ബലം കൂട്ടാൻ വേണ്ടി തിരുമേനി പറഞ്ഞ ഈ പറയുന്ന ഭഗവതിയുടെയും പ്രാർത്ഥനാ മന്ത്രവും ചന്ദ്രന്റെ പ്രാർത്ഥനാ മന്ത്രവും ജപിക്കുക. വർഷത്തിലൊരിക്കൽ ചന്ദ്രന് പത്മട്ടാവാഹിച്ച് പൂജ നടത്തുക. പിന്നെ ലളിതാ സഹസ്രനാമം കേൾക്കുക, മനനം ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും. എല്ലാവർക്കും മാറ്റങ്ങൾ വരട്ടെ, ചന്ദ്രബലം കൂടട്ടെ, അവരുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടക്കട്ടെ. സന്തോഷം. നമസ്കാരം.